നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡ്രൈ ഡേ ഒഴിവാക്കാൻ നടത്തിയ നീക്കത്തിന് പിന്നാലെ ബാർ ഉടമകളെ സഹായിക്കാൻ പിണറായി സർക്കാർ നടത്തിയ മറ്റു പല നീക്കങ്ങളും പുറത്തായി. മുഖ്യമന്ത്രിയും മരുമകൻ മന്ത്രിയും ബാർ മുതലാളിമാരുടെ ചങ്കായി മാറിയെന്ന് മുന്നണിയിലെ പലരും മുറുമുറുക്കുന്നു. ബാർ ഉടമകളുടെ യോഗം ടൂറിസം വകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ വിളിച്ചത് കൂടുതൽ സംശയത്തിന് ഇടയാക്കിയത്. എക്സൈസ് വകുപ്പിന്റെ കാര്യങ്ങളിൽ മുഹമ്മദ് റിയാസ് ഇടപെടുന്നത് മുഖ്യന്റെ മൗനാനുവാദത്തോടെ കൂടെയാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ പൂട്ടിയ ബാറുകൾ തുറന്ന് മുതലാളിമാരെ സുഖിപ്പിച്ചു കിടത്തിയതിന് പിണറായി സർക്കാരാണ്. അതിന് പിന്നിൽ വലിയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഈ വകയിൽ കോടിക്കണക്കിന് രൂപയാണ് ബാർ മുതലാളിമാർ സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൈമാറിയതെന്നാണ് ഇടുക്കിയിലെ ബാറുടമ അനിമോന്റെ ശബ്ദരേഖയിൽ നിന്ന് ഊഹിക്കാം. പിരിവെടുത്ത് ഭരണ നേതൃത്വത്തിന് കൈമാറാൻ ഭാരവാഹികളും ബാറുടമകളും ഉത്സാഹിക്കുന്നത് വെറുതെയല്ല. സംസ്ഥാനത്തെ ബാറുകളിൽ നിന്നും എക്സൈസ് വകുപ്പ് കാര്യമായ പരിശോധന നടത്താറില്ല. മദ്യവിൽപ്പന കണക്കാക്കി ബാറുകളിൽ നിന്ന് ഈടാക്കുന്ന ടേൺ ഓവർ ടാക്സ് നികുതി വകുപ്പ് പിരിച്ചെടുക്കുന്നില്ല. വിൽപ്പനയുടെ 10% ഈ നികുതി. ഇതിനു നേരെ സർക്കാർ കണ്ണടയ്ക്കുന്നത് വെറുതെയല്ല. ബാറുകൾ വാങ്ങുന്ന മദ്യത്തിന്റെ കയറ്റിറക്ക്, ട്രാൻസ്പോർട്ടേഷൻ ലാഭം എന്നിവ അടങ്ങുന്ന തുകയാണ് വിറ്റുവരവ്. അതുകൊണ്ട് ഈ നികുതി ബാറുകളിൽ നിന്നാണ് ഈടാക്കുന്നത്, ഉപഭോക്താക്കളിൽ നിന്നല്ല. ഓരോ ബാറുകളും സന്ദർശിച്ച് രേഖകൾ പരിശോധിച്ച ശേഷമാണ് നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ വിൽപ്പനയും നികുതി റിട്ടേൺസും ഒത്തുനോക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നികുതി നിശ്ചയിക്കുന്നത്. റിട്ടേണിൽ തിരിമറി നടത്തിയാൽ പിഴയും ഈടാക്കിയിരുന്നു. എന്നാൽ പിണറായി അധികാരത്തിലേറിയ ശേഷം ബാറുകളിൽ ഇത്തരം പരിശോധന നടത്തേണ്ടെന്ന കർശന നിർദ്ദേശം നൽകിയെന്നാണ് എക്സൈസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ പറയുന്നു. അതായത് ബാർ ഉടമകൾ നൽകുന്ന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് നികുതി കണക്കാക്കി വരുന്നത്. ഇതിലൂടെ മാത്രം കഴിഞ്ഞ 8 കൊല്ലത്തിനിടെ കോടിക്കണക്കിന് രൂപയാണ് ബാർ മുതലാളിമാർ കീശയിലാക്കിയത്. ഈ വകയിൽ രാഷ്ട്രീയക്കാർക്കും നല്ലൊരു പങ്ക് ലഭിച്ചു. അതിന്റെ നന്ദി സൂചകമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിരിവെടുത്ത നേതാക്കൾ നൽകിയതെന്നും ഡ്രൈ ഡേ ഒഴിവാക്കുന്നതിന് പിന്നെയും പിരിവെടുക്കാൻ നീക്കം നടന്നതും. ഉമ്മൻചാണ്ടി സർക്കാർ ബാറുകൾ പൂട്ടുകയും ലൈസൻസ് പഞ്ചനക്ഷത്ര ഹോട്ടലുകളെ ബാറുകൾക്ക് മാത്രമായി നിജപ്പെടുത്തുകയും ചെയ്ത 2016-17 കാലത്ത് 29 ബാറുകളെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നുള്ളൂ. അന്ന് 300 കോടി രൂപയാണ് ടേൺ ഓവർ ഇനത്തിൽ സർക്കാരിന് ലഭിച്ചിരുന്നത്. പിണറായി മുഖ്യനായതോടെ ആദ്യം 132 ബാറുകൾക്കും പിന്നീട് 600-ലധികം ബാറുകൾക്കും ലൈസൻസ് അനുവദിച്ചു. അങ്ങനെ കേരളം ബാറുളമായി. മൊത്തം 801 ബാറുകളാണ് ഇപ്പോഴുള്ളത്. എന്നിട്ടും 600 കോടിയിൽ താഴെയാണ് ടേൺ ഓവർ നികുതി വരുമാനം. പിണറായി അധികാരത്തിലേറിയ ശേഷം മദ്യവിലയും കൂടിയിരുന്നു. അതുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഖജനാവിലേക്ക് എത്തേണ്ടതാണ്. സംസ്ഥാനം അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത്തരം പകൽക്കൊള്ളയ്ക്ക് സർക്കാർ കൂട്ടുനിൽക്കുന്നത്. ഇതിന്റെ വിഹിതം ഉന്നതരുടെ കീശയിലെത്തുന്നത് കൊണ്ടാണ് അധികൃതർ മൗനം പാലിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾക്കും ബാറുടമകൾ ഇതിന്റെ വിഹിതം നൽകുന്നുണ്ട്. അതുകൊണ്ട് അവരും കണ്ണടച്ച് പാല് കുടിക്കുന്നു. ബാറുടമകളിൽ നിന്ന് പിരിക്കുന്ന നികുതിയുടെ കൃത്യമായ കണക്ക് പുറത്തുവിടാൻ സർക്കാർ തയ്യാറുമല്ല. റോജി ജോൺ MLA ഇതു സംബന്ധിച്ച് നിയമസഭയിൽ ചോദ്യമുന്നയിച്ചിട്ട് 1 കൊല്ലം പിന്നിട്ടിട്ടും മറുപടിയില്ല. ധനമന്ത്രിക്ക് കേന്ദ്ര സർക്കാരിന്റെ കഴുത്തിന് പിടിക്കാൻ മാത്രമാണ് സമയം. വലിയ തോതിലുള്ള നികുതി വെട്ടിപ്പാണ് നടക്കുന്നത്. എക്സൈസ് വകുപ്പിനെ മറികടന്ന് ടൂറിസം വകുപ്പ് മദ്യനയത്തിൽ ഇടപെട്ടതിന്റെ ഗുട്ടൻസ് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ടൂറിസം വകുപ്പിന്റെ അനാവശ്യ തിടുക്കം എന്തിനു വേണ്ടിയാണെന്നും വ്യക്തമായി. DGPക്ക് എക്സൈസ് മന്ത്രി പരാതി നൽകി അഴിമതി നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് എക്സൈസ് മന്ത്രി നീക്കം നടത്തിയത്. ആര് ആരോപണം ഉന്നയിച്ചോ അവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്ന പിണറായി സർക്കാർ മാസല്ല, കൊലമാസാണ്. KM മാണിക്കെതിരെ ബാർക്കോഴ ആരോപണമുണ്ടായപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തത്. ആ മാതൃക സ്വീകരിക്കാൻ പിണറായി മുട്ടിടിക്കുന്നു. ബാറുടമകൾ ഉൾപ്പെടെ ആരുമായും ചർച്ച നടത്തിയിട്ടില്ലെന്ന എക്സൈസ് ടൂറിസം മന്ത്രിമാരുടെ പ്രസ്താവനകൾ പച്ചക്കള്ളമാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. കഴിഞ്ഞ 2 മാസമായി മദ്യനയം സംബന്ധിച്ച് കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം ആദ്യം ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത പ്രതിമാസ യോഗത്തിൽ മദ്യനയത്തിലെ മാറ്റം സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. മെയ് 21-ന് ടൂറിസം വകുപ്പ് വിളിച്ചു ചേർത്ത യോഗത്തിൽ ബാർ ഉടമകളും പങ്കെടുത്തു. സൂം വഴി നടത്തിയ ആ യോഗത്തിന്റെ ലിങ്ക് പ്രതിപക്ഷ നേതാവിന്റെയും മാധ്യമപ്രവർത്തകരുടെയും കയ്യിലുണ്ട്. ആ യോഗത്തിലെ ഡ്രൈ ഡേയെ കുറിച്ചും ബാറുകളെ പ്രവർത്തന സമയം നീട്ടുന്നതിനെ കുറിച്ചും ചർച്ച നടന്നിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായാണ് എറണാകുളത്ത് ചേർന്ന ബാർ ഉടമകളുടെ യോഗത്തിൽ പണപ്പിരിവിന് നിർദ്ദേശം നൽകിയത്. ഒരു കൂടിയാലോചനയും നടന്നിട്ടില്ലെന്ന് മന്ത്രിമാർ നട്ടാൽ കളിക്കാത്ത നുണയാണ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.